15 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊയിലോണിന്റെ മണ്ണിലേക്ക് സ്വാഗതം. 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള 5 ദിവസങ്ങൾ കലാവിരുന്നൊരുക്കി കൊല്ലം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നൃത്തച്ചുവടുകളുടെ വിസ്മയം തീർത്ത മാധുര്യ ശബ്ദ ഗാംഭീര്യങ്ങൾ നിറഞ്ഞ വിവിധ കലാപരിപാടികളിൽ തന്റെ കഴിവുകൾ തെളിയിച്ച കലാപ്രതിഭകൾക്ക് കൊല്ലത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം. ഇനി കൊല്ലത്തിന്റെ വിളയാട്ടമാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് സംസ്ഥാന കലോത്സവം മുന്നേറാൻ പോവുകയാണ്. 62ാമത് കൊല്ലം സ്കൂൾ കലോത്സവത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം തന്നെ ഞങ്ങൾ എല്ലാവരും കൊല്ലത്ത് സ്വാഗതം ചെയ്യുന്നു. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നത് ഇനി നമുക്കങ്ങ് പ്രാവീണ്യമാക്കാം. ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ 14 ജില്ലകളിൽ നിന്നായി 14,000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് കൊല്ലം ജില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വേദികളുടെയെല്ലാം നിർമ്മാണം നിലവിൽ അന്തിമഘട്ടത്തിലാണ്. 15 വർഷത്തിന് ശേഷമാണ് കലോത്സവത്തിന് കൊല്ലം ജില്ല വേദിയാകുന്നത്. 14,000-ഓളം കുട്ടികൾ 239 ഇനങ്ങളിൽ മത്സരിക്കും. കൊല്ലം ബോയ്സ് ഹൈസ്കൂളിലാണ് സംഘാടക സമിതി ഓഫീസിന്റെ പ്രവർത്തനം. പരാതികളില്ലാതെ സമയക്രമം പാലിച്ചുള്ള കലോത്സവമായിരിക്കും കൊല്ലത്ത് നടക്കുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 20,000 പേർക്ക് ഭക്ഷണം നൽകാനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം 2,000-ഓളം പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത്. 12,000 പേർക്ക് ഇരിക്കാവുന്ന ആശ്രാമ മൈതാനമാണ് പ്രധാന വേദി. പഴയിടം നമ്പൂതിരി തന്നെയാണ് ഇത്തവണയും രുചിക്കൂട്ട് തയ്യാറാക്കുന്നത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ക്രമീകരണങ്ങൾ തയ്യാറാക്കി വരുന്നത്. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിജയികളായ കോഴിക്കോട് നിന്ന് സ്വർണ്ണക്കപ്പ് ഇന്നലെ യാത്ര തുടങ്ങി. സ്വർണ്ണക്കപ്പിന്റെ യാത്ര ഇടുക്കിയിലാണ് ഇന്നലെ അവസാനിച്ചിരുന്നത്. ഇടുക്കിയിൽ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി ഇന്ന് വൈകിട്ടോടെ കൊല്ലത്ത് കപ്പ് എത്തിച്ചേരുന്നതാണ്. മൈതാനത്ത് പ്രധാന വേദിയുടെ പണികൾ പൊടിപൊടിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം മനോഹരമായിരിക്കും മുന്നോട്ടുള്ള കാഴ്ചകളെന്ന്. അത്രയും വർണ്ണാഭമായിട്ടുള്ള മനോഹര കാഴ്ചകൾ ഇനിയും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതുവരെ കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം മുസമ്മില.